നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് ആണ്. സ്റ്റാൻഡേർഡ് 9 കേട്ടോ. പാർട്ട് 1 ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. പുതിയ ബുക്കൊക്കെ മാറിയിട്ടില്ല, കഴിഞ്ഞല്ല 2024 മാറിയ ആ പുതിയ ബുക്കാണിത്. അപ്പോൾ എന്താണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് പേയേഴ്സ് ഓഫ് ഇക്വേഷൻസ് ആണ് കേട്ടോ. ചാപ്റ്റർ 1 എന്താണ് പേയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എന്താക്കാം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം സിമ്പിളായിട്ട് നമുക്കിവിടെ ക്ലാസ് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാമെന്ന്. ദർ ആർ 100 beads black and white in a box. 10 more black than white. How many black and how many white എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് 100 beads ഉണ്ട് അല്ലേ. എന്താ ഏതൊക്കെ കളറാണ് ഉള്ളത്? ബ്ലാക്കും വൈറ്റും ഉള്ള കളറാണ് ഒരു ബോക്സിലുള്ളത് അല്ലേ. ആ 100 ഉണ്ട്, രണ്ടും കൂടി കൂട്ടിയാൽ അല്ലേ ഈ ബോക്സിൽ. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വൈറ്റിൻ്റെറ്റാലും 10 കൂടുതലാണ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലാക്ക് ഉണ്ട് എത്ര വൈറ്റ് ഉണ്ട്. എന്താണ് വൈറ്റിൻ്റെറ്റാലും 10 കൂടുതലാന്ന് പറഞ്ഞത്. വൈറ്റിൻ്റെറ്റാലും വൈറ്റിനെ നമ്മൾ എന്താണ് ഒരു ഇതാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 10 കൂടുതൽ അല്ലേ. ആ വൈറ്റ് പ്ലസ് 10 ആണ് എന്ത് ബ്ലാക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ നമുക്ക് എന്താക്കാം, നമുക്ക് പല മെത്തേഡും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വരുന്ന ഭാഗം ഈ ചാപ്റ്ററിൽ വരുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ക്ലാസ് എടുക്കുക അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നോക്കൂ, വൈറ്റിനെ നമ്മൾ എന്താക്കുക ഒരു എക്സ് ആക്കി എടുത്താൽ വൈറ്റിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുക. അപ്പോൾ ബ്ലാക്ക് എന്താവും, വൈറ്റിൻ്റെ ആയിട്ടാൽ 10 കൂടുതലല്ലേ. വൈറ്റിന് എക്സ് ആക്കി എടുത്താലേ ബ്ലാക്ക് എന്തായി എക്സ് പ്ലസ് 10 ആയി അല്ലേ, എക്സ് പ്ലസ് 10. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കുക. പിന്നെ പറയുന്നത് എന്താ ബ്ലാക്കും വൈറ്റും കൂടി കൂട്ടിയാൽ എത്ര 100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കാം. എന്താണ് നോക്കൂ, വൈറ്റിനെ നമുക്ക് എന്താണ് വൈറ്റിനെ നമുക്ക് എക്സ് ആക്കി എടുത്തു, ബ്ലാക്കിന് നമ്മൾ എന്താണ് എക്സ് പ്ലസ് 10 ആക്കി എടുത്തു. ഓക്കെ, ഇനി വൈറ്റും ബ്ലാക്കും കൂടി കൂട്ടിയാൽ എത്ര പറഞ്ഞ 100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൈറ്റ് എക്സ് ആക്കിയാണ് അല്ലേ. അപ്പോൾ ആ എക്സ് ഇവിടെ എഴുതി, ബ്ലാക്കോ എക്സ് പ്ലസ് 10 അല്ലേ, അത് ഇവിടെ എഴുതി അല്ലേ. അപ്പം വൈറ്റും ബ്ലാക്കും കൂടി കൂട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് പ്ലസ് 10 അല്ലേ. വൈറ്റ് എക്സ് ആണ്, ബ്ലാക്ക് എക്സ് പ്ലസ് 10 ആണ് അല്ലേ. അപ്പോൾ രണ്ടും വൈറ്റും ബ്ലാക്കും കൂടി എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് പ്ലസ് 10 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എക്സ് പ്ലസ് 10 ഇസ് ഈക്വൽ ടു എന്താണ് 100 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. 100 ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കൂ, ഈ നോക്കിയേ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 2x ആണ് അല്ലേ. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചാണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് പിന്നെ ഇവിടെ എന്താണ് 10 ഉണ്ട് അല്ലേ. 10 അല്ലേ. 2x പ്ലസ് 10 ഇസ് ഈക്വൽ ടു 100 അല്ലേ. അത് അതേപോലെ എഴുതി. പിന്നെ നമുക്ക് ഈ എക്സ് പ്ലസ് എന്താണ് ഈ 10 ഇതിലേക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇതില്ല അല്ലേ. ഇതിൽ എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഈ എക്സിലേക്ക് ഇത് കൂട്ടിയില്ല. പക്ഷെ 10ന്റെ കൂടുതൽ എക്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 10നെ 10 ആയിട്ട് തന്നെ വിടുക കേട്ടോ. ഓക്കെ, ദെൻ 2x പ്ലസ് 10 ഇസ് ഈക്വൽ ടു എന്താണ് 100 എന്ന് കിട്ടി അല്ലേ. ഈ 100 നമുക്ക് ഇതിലുള്ള അത്ര ചോദ്യത്തിൽ തന്ന രണ്ടും കൂടി കൂട്ടിയാൽ 100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ 2x പ്ലസ് 10 ഇസ് ഈക്വൽ ടു 100. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം പ്ലസ് ഒക്കെ ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും മൈനസ് ആവും, മൈനസ് ഒക്കെ ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും പ്ലസ് ആവും നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഇൻറ്റു ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് അല്ലേ, ഡിവൈഡ് ഈക്വൽറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു അല്ലേ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഇവിടെ 2x പ്ലസ് 10 ഈക്വൽ ടു 100 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എക്സ് ടേമിന് മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് 2xനെ ഇവിടെ നിർത്തി ഈക്വൽ ടു, പിന്നെ ഈ ഈക്വലിന് അപ്പുറത്തുള്ള ആ സംഭവത്തിന് ആദ്യം എഴുതണം. എന്താണ് അവിടെ എന്തായിക്കോട്ടെ അത് ആദ്യം എഴുതണം. ഇവിടെ 100 ആണല്ലേ, ആ 100 എഴുതി. ഇനി പ്ലസ് 10 അല്ലേ, പ്ലസ് 10 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മൈനസ് 10 അല്ലേ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഈ 2x ഇസ് ഈക്വൽ ടു 100 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 90 അല്ലേ. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 90 കിട്ടി അല്ലേ. ഇനി എന്താണ് ഈ എക്സിന് മാത്രമേ ഇവിടെ നിർത്താവൂ അല്ലേ. ബാക്കി ഏത് നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഈ 2 ഉണ്ട് അല്ലേ. ആ 2നെ നമ്മൾ ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ ഇവിടെ 90 അല്ലേ, ആ 90 നമ്മൾ ആദ്യം എഴുതണം കേട്ടോ. 19 പിന്നെ ഇൻറ്റു 2 ഈക്വലിന് അപ്പുറത്ത് എന്താ പോകുമ്പോൾ എന്തായി ഡിവൈഡഡ് ബൈ 2 അല്ലേ. അപ്പോൾ 19 ഡിവൈഡഡ് ബൈ 2 എന്നായി അല്ലേ. 90 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 45 അല്ലേ. ഓക്കെ, അപ്പോൾ 90 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 45. അപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടി 45 എന്ന് കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യത്തിൽ വെള്ളയാണ് അല്ലേ. അപ്പോൾ വെള്ള എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വൈറ്റ് അല്ലേ. വൈറ്റ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്. ആ എക്സ് നമുക്ക് എന്ത് കിട്ടി 45 കിട്ടി അല്ലേ. അപ്പോൾ വൈറ്റ് ഈക്വൽ ടു 45. ഇനി ബ്ലാക്കോ, ബ്ലാക്ക് നമുക്ക് അറിയാം എന്താണ് എക്സ് പ്ലസ് 10 ആണല്ലേ. അപ്പോൾ എക്സ് നമുക്ക് ഇതാ 45 കിട്ടി അല്ലേ. അപ്പോൾ 45 പ്ലസ് 10 ഇതല്ലേ. അപ്പോൾ 45 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 55. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നന്നായി പറഞ്ഞതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താക്കുക നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്യാൻ കഴിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ. നമ്മൾ ആദ്യം എന്താണ് ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കുക കേട്ടോ. വായിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്താക്കണം എക്സും ഏത് നമ്പർ കൊടുക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ